അബിക ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നിയോനേറ്റൽ ജോണ്ടിസ് അഥവാ കുട്ടികളിലെ മഞ്ഞനിറം എന്ന ടോപ്പിക്കിന്റെ രണ്ടാം പാർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. എന്താണ് മഞ്ഞനിറത്തിനുള്ള ചികിത്സ? സുരക്ഷിതമായ അളവിലേ ഉള്ളൂ എങ്കിൽ ഒരു ചികിത്സയും ആവശ്യമില്ല. അമ്മ നന്നായി ഭക്ഷണം കഴിക്കുകയും കൂടുതൽ വെള്ളം കുടിക്കുകയും കുഞ്ഞുവാവയെ നന്നായി മുലയൂട്ടുകയും വേണം. പ്രസവിച്ച ആദ്യ നാളുകളിൽ മഞ്ഞപ്പിശാചു പരിധി വിടുന്നു എന്ന് കണ്ടാൽ സാധാരണ നൽകുന്ന ഫോട്ടോതെറാപ്പി പ്രകാശ ചികിത്സ ആവശ്യമാണ്. പ്രത്യേക വേവ് ലെങ്തിലുള്ള നീല വെളിച്ചം വമിക്കുന്ന LED ബൾബിന് കീഴെ കുഞ്ഞിനെ കണ്ണും ജനേന്ദ്രിയവും മാത്രം മറച്ചുകൊണ്ട് കിടത്തണം. ശരീരത്തിൽ ബാക്കി മുഴുവൻ ഭാഗങ്ങളിലും ഈ പ്രകാശം പതിക്കണം. ലെവൽ കൂടുതലാണെങ്കിൽ പ്രകാശം വാവയുടെ ശരീരത്തിന് മുകളിലും അടിയിലും ലഭിക്കുന്ന രീതിയിലായിരിക്കും ചികിത്സ. ഡബിൾ സർഫേസ് ഫോട്ടോതെറാപ്പി. മുലയൂട്ടൽ മാത്രമേ വാവയെ കിടത്തിയ സ്ഥലത്തു നിന്നും എടുക്കാവൂ. ബിൽറൂബിൻ തലച്ചോറിൽ പ്രവേശിക്കാൻ സാധ്യതയുള്ള ലെവലിലേക്ക് അടുക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് കുഞ്ഞുവാവയുടെ രക്തം പുറത്തു കളയുകയും പകരം രക്തം നൽകുകയും ചെയ്യുകയാണ് അടുത്ത ചികിത്സാ രീതി. എക്സ്ചേഞ്ച് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയും. പുക്കിൾക്കൊടിയിലെ രക്തക്കുഴൽ അംബ്ലിക്കൽ വെയിൻ വഴിയാണ് ഇത് ചെയ്യാറ്. അടുത്തതായി ചികിത്സയിൽ വെയിലിനുള്ള പ്രാധാന്യം എന്ത്? ഈ പ്രകാശ ചികിത്സ കണ്ടുപിടിച്ചത് തന്നെ ജനലിനടുത്ത് വെയിൽ തട്ടുന്ന രീതിയിൽ കിടത്തിയ കുഞ്ഞുങ്ങളിൽ മഞ്ഞപ്പിത്തം കുറച്ചു കൂടി വേഗത്തിൽ കുറയുന്നു എന്ന ഒരു നഴ്സിന്റെ നിരീക്ഷണത്തിൽ നിന്നാണ്. എന്നാൽ വളരെ കുറച്ച് സമയമേ ഇളം വെയിൽ കൊള്ളിക്കാവൂ. തീക്ഷ്ണമായ വെയിൽ വാവയ്ക്ക് അപകടമുണ്ടാക്കും എന്നതുകൊണ്ടും ഇളം വെയിലിനെ മാത്രം ആശ്രയിച്ചുള്ള ചികിത്സ കൊണ്ടും കാര്യമില്ല. പലപ്പോഴും ഈ പ്രശ്നം ജനിച്ച ആദ്യത്തെ 7 ദിവസം തൊട്ട് 10 ദിവസം കൊണ്ട് അവസാനിക്കുകയും ചെയ്യും. ആയതിനാൽ വാവയെ ആദ്യ ദിവസങ്ങളിൽ വെയിൽ കൊള്ളിക്കാൻ ഡോക്ടർമാർ ഉപദേശിക്കാറില്ല. ഇത് എങ്ങനെ തടയാൻ കഴിയും? ആദ്യ നാളുകളിൽ തന്നെ നന്നായി മുലപ്പാൽ കിട്ടിയാൽ മഞ്ഞപ്പിത്തത്തിന്റെ കാഠിന്യം ഒരു പരിധിവരെ കുറയ്ക്കാൻ സാധിക്കും. തുടക്കത്തിൽ പറഞ്ഞ റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള കുട്ടികളെ കൂടുതലായി നിരീക്ഷിച്ച് കൃത്യസമയത്ത് തന്നെ ആവശ്യമുള്ള ചികിത്സ ആരംഭിച്ചാൽ പ്രത്യേകിച്ച് അപകടമൊന്നും ഉണ്ടാകാതെ ഇത് അവസാനിക്കും. ചില കുട്ടികളിൽ ഗർഭാവസ്ഥയിൽ തന്നെ മഞ്ഞപ്പിത്തത്തിന്റെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുകയും കുഞ്ഞിന്റെ ജീവന് തന്നെ അപകടമായേക്കാവുന്ന അവസ്ഥയിൽ എത്തുകയും ചെയ്യാറുണ്ട്. സാധാരണ RH ഇൻകമ്പാറ്റിബിലിറ്റി കേസുകളിലാണ് ഇത് കാണാറ്. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഇൻട്രാ യൂട്രൈൻ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നൽകാനുള്ള സൗകര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ നാട്ടിലും വന്നു തുടങ്ങിയിരിക്കുന്നു. അടുത്തത്, കുഞ്ഞുങ്ങളിൽ കാണുന്ന മഞ്ഞപ്പിത്തം വലിയ ആളുകളിൽ കാണുന്നതിനേക്കാൾ വ്യത്യസ്തമാണോ? നവജാത ശിശുക്കളിൽ മഞ്ഞപ്പിത്തം വളരെ സാധാരണമാണ്. ഇത് നാം സാധാരണ വലിയവരിൽ കാണുന്ന മഞ്ഞപ്പിത്തത്തിൽ നിന്നും തികച്ചും വിഭിന്നമാണ്. അടുത്തത്, മറ്റെന്തെങ്കിലും തരത്തിലുള്ള മഞ്ഞപ്പിത്തം കുഞ്ഞുങ്ങളിൽ കാണാറുണ്ടോ? സാധാരണ കുഞ്ഞുങ്ങളിൽ കാണുന്നത് അൺകോൺജുഗേറ്റഡ് ബിലിറൂബിൻ ആണ്. അപൂർവമായ ചില കുഞ്ഞുങ്ങളിൽ കോൺജുഗേറ്റഡ് ബിലിറൂബിൻ കൂടാറുണ്ട്. ഇത്തരം കുട്ടികളുടെ മലം കളിമൺ നിറത്തിലും മൂത്രം കടും മഞ്ഞ നിറത്തിലുമായിരിക്കും. പിത്തനാളിയിലേക്ക് തടസ്സമുള്ളപ്പോഴും ചില കരൾ രോഗങ്ങളിലുമാണ് ഇങ്ങനെ കണ്ടുവരാറ്. കോൺജുഗേറ്റഡ് ജോണ്ടിസ് എത്രയും പെട്ടെന്ന് കൃത്യമായ പരിശോധനകളുടെയും ചികിത്സയുടെയും ആവശ്യമുള്ള ഒരു അവസ്ഥയാണ്. ഇനി ഒരു സംഭവ കഥ നിങ്ങളോട് പറയാം. പുതിയതായി NICUവിൽ അഡ്മിഷൻ വന്ന പൊടിക്കുഞ്ഞിനെ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. ജനിച്ചിട്ട് അധിക ദിവസങ്ങളൊന്നും ആയിട്ടില്ല. മഞ്ഞളിൽ കുളിപ്പിച്ചതാണെന്നാണ് ആദ്യം കരുതിയത്. കുഞ്ഞിന്റെ നിറമാണ്. അത് മനസ്സിലായപ്പോൾ മുതൽ അതൊരു എമർജൻസി സിറ്റുവേഷനായി മാറി. ഉടനെ രക്തം പരിശോധിക്കാൻ വിട്ടു. അതേസമയം തന്നെ രക്തം മാറ്റി വേറെ രക്തം കയറ്റാനുള്ള നടപടികളും ആരംഭിച്ചു. പരിശോധന കുഞ്ഞിന്റെ തലയുടെ പുറകിലുള്ള പഞ്ഞിക്കെട്ട് പോലെയുള്ള ഒരു മുഴ ശ്രദ്ധയിൽപ്പെട്ടു. വീട്ടുകാരോട് സംസാരിച്ചു. സുഖപ്രസവമായിരുന്നു. 2ാമത്തെ ദിവസം ഡിസ്ചാർജുമായി. മഞ്ഞപ്പിത്തം തോന്നിയ ഹോസ്പിറ്റലിൽ വരാൻ ഡോക്ടർമാർ പറഞ്ഞിരുന്നു അത്രേ. എന്നാൽ തലയോട്ടിക്ക് പുറത്ത് രക്തം കട്ട പിടിച്ച അവസ്ഥയിലായിരുന്നു. മഞ്ഞപ്പ് കൂടിയതായ സംശയം തോന്നിയപ്പോൾ തന്നെ ആശുപത്രിയിൽ പോയിരുന്നുവെങ്കിൽ ഫോട്ടോതെറാപ്പി കൊണ്ട് ഒരു പക്ഷേ മാറുമായിരുന്ന അസുഖം കുഞ്ഞ് ആശുപത്രിയിൽ എത്തിയപ്പോഴേക്കും വളരെ ഉയർന്ന അളവിൽ മഞ്ഞപ്പിത്തം എത്തിയിരുന്നു. അല്പം റിസ്ക് കൂടുതലുള്ള പ്രൊസീജിയർ ആണെങ്കിലും അപകടങ്ങളൊന്നുമില്ലാതെ എക്സ്ചേഞ്ച് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യാൻ കഴിഞ്ഞു. 4-5 ദിവസങ്ങൾ കഴിഞ്ഞ് കുഞ്ഞ് വീട്ടിലേക്ക് പോയി. 2 ആഴ്ച കഴിഞ്ഞ് അവർ വീണ്ടും കാണിക്കുവാനായി വന്നു. കണ്ട മാത്രയിൽ അമ്മ ഓടി വന്നു പറഞ്ഞു, ചെവിയുടെ ടെസ്റ്റ് പാസ്സായിട്ടോ. എല്ലാ കുഞ്ഞുങ്ങളും അത്രയും ഭാഗ്യവാന്മാരോ ഭാഗ്യവതികളോ ആകണമെന്നില്ല. പൊതുവെ നിരുപദ്രവമായ എന്തെങ്കിലും ഇടയ്ക്ക് ജീവൻ എടുക്കുന്നതും ഇടയ്ക്ക് ജീവിതകാലം മുഴുവനും ദുരിതം സമ്മാനിക്കുന്നതുമായ ഒന്നാണ് നവജാത ശിശുക്കളിൽ കാണുന്ന മഞ്ഞപ്പിത്തം. അതുകൊണ്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ പോവുകയും അവർ നിർദ്ദേശിക്കുന്ന ചികിത്സ നടത്തുകയും ചെയ്യണം. എന്താണ് നിയോനേറ്റൽ ജോണ്ടിസ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.